ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അപ്പൊ ഇനി എന്നും വൈകിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് ബാലന്റെയും ഗോമതിയുടെയും പ്രമോ വിശേഷമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. പ്രമോ വിശേഷവുമാണ്, അതുപോലെ തന്നെ ഇത് നാളത്തെ ഒറിജിനൽ വിശേഷം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നാളത്തെ കഥയിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ ബാലനാണെങ്കിൽ മീനാക്ഷിയെയും മിത്രയെയും നല്ല രീതിയിൽ തന്നെ വഴക്ക് പറഞ്ഞു. ആ ട്യൂഷൻ എടുക്കുന്ന കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല? ട്യൂഷൻ വീട്ടിൽ എടുക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മിത്ര പോയി, എന്നാ പിന്നെ ഹോം ട്യൂഷന് എടുക്കാന്നൊക്കെ പറഞ്ഞ് പോയി. ഏതായാലും അതെല്ലാം നമ്മുടെ ദേവി കോളവാക്കി കൈ കൊടുത്തു. സത്യത്തിൽ നമ്മുടെ ദേവി പൊട്ടിയായിട്ട് അഭിനയിക്കുന്നതാണോ മന്ദബുദ്ധിയാണോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. കാരണം മറ്റുള്ളവർ നമ്മുടെ ദേവിയെ അപമാനിച്ചു പറഞ്ഞാൽ കൂടി, കൊള്ളിച്ചു പറഞ്ഞാൽ കൂടി അത് മനസ്സിലാക്കാനുള്ള കഴിവ് ദേവിക്കില്ല എന്ന് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ആകാശ് ബാലനോട് കടയിൽ വെച്ച് പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും മീനാക്ഷിയോട് അച്ഛൻ പറഞ്ഞത് മോശമായി പോയി. അപ്പൊ അവിടെ രാമേട്ടനും ഉണ്ട്, നമ്മുടെ ധർമ്മനും ഉണ്ട് കേട്ടോ. ഇവരുടെ മുമ്പിൽ വെച്ചാണ് നമ്മുടെ ആകാശ് ഇങ്ങനെ പറയുന്നത്. അപ്പം മീനാക്ഷിയെ അത്രയും വഴക്ക് പറഞ്ഞതും കുറ്റപ്പെടുത്തിയതും ഒക്കെ ഏതായാലും അത് മോശമായി പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലൻ അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. അത് മാത്രമല്ല, ആകാശ് അങ്ങനെ ധിക്കാരം പറഞ്ഞ് സംസാരിക്കില്ലല്ലോ ബാലനോട്. അപ്പൊ അതുകൊണ്ട് ബാലനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കേട്ടു നിന്ന രാമേട്ടനും ധർമ്മനും ഒക്കെ എന്തോ പോലെ ആയിപ്പോയി. ധർമ്മൻ അതും ഇതുമൊക്കെ ബാലനെ പറയും, ശരിയാണ്. പക്ഷെ ആകാശ് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ധർമ്മനും അങ്ങ് എന്തോ പോലെ ആയിപ്പോയി കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ബാലൻ ചോദിച്ചു, എന്താടാ ആകാശം, നീ നിന്റെ ഭാര്യനെ ഞാൻ അങ്ങനെ പറഞ്ഞതിനാണോ നീ ഇത്രമാത്രം അങ്ങോട്ട് ദേഷ്യപ്പെടുന്നത്? ഓഹോ, മനസ്സിലായി. നീയും ആര്യന്റെ ഒക്കെ കൂടെ കൂടി പതിയെ 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 എല്ലാം സ്വയം നേടാമെന്നൊരു ചിന്തയൊക്കെ ഉണ്ടാവൂലേ? അറിയാം. വീട്ടിലും സമാധാനക്കേട്, കടയിലും സമാധാനക്കേട്, മുഴുവൻ സമാധാനക്കേട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആർക്കും എന്നോടും ഒന്നും പറയണ്ട. എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ അത് തെറ്റ്. ഞാൻ എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാ പറയുന്നതെന്നൊന്നും ആരും ചിന്തിക്കത്തില്ല. ആർക്കും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് പറയുന്നത്. ഇപ്പം ധർമ്മം പറഞ്ഞു, ആകാശേ ബാ, സമയം പോയി, നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളതാണ്, ഇതുകൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ രാമേട്ടനും പറഞ്ഞു, പെട്ടെന്ന് പോക്കോ, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. കാരണം അച്ഛനും മകനും ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാകുന്നതിലും ഭേദം നമ്മുടെ രാമേട്ടനും ആകാശിനെയും ധർമ്മനെയും കൂടെ പറഞ്ഞു വിടുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാലനോ അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്, പുറപുറത്തോണ്ടിരിക്കുകയാണ്. ബാലന്റെ സ്വഭാവം അറിയാലോ. അപ്പൊ ആകാശും ധർമ്മനും കൂടെ അത് സാധനമൊക്കെ എടുത്തോണ്ട് വെളിയിലേക്ക് പോവാ. വെളിയിലേക്ക് ഇറങ്ങിയപ്പോ നമ്മുടെ ആകാശ് വീണ്ടും ഇത് മനസ്സിൽ നിന്ന് ഇങ്ങനെ തികട്ടി വന്നിട്ട് ധർമ്മനോട് പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മീനാക്ഷിക്ക് സങ്കടമായി പോയി, അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ പറയും, അവളെ എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്, പാവം. എന്നിട്ട് അവളെ എന്താ അച്ഛൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞപ്പോ, ഒന്നും മിണ്ടാതിരിക്കുന്ന എന്റെ പൊന്ന ആകാശം, ദേ ഇപ്പൊ നീ ഇവിടെ വെച്ച് ഇങ്ങനെ ഓരോന്ന് പറയും, ഇനി ദേ അകത്തുനിന്ന് ഇറങ്ങി ഇവിടെ വന്നായിരിക്കും, റോട്ടിൽ കിടന്നായിരിക്കും നിന്റെ അച്ഛൻ കിടന്ന് കലിപ്പ് കാണിക്കുന്നത്. അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുക എന്റെ പൊന്നോ, എനിക്ക് സമാധാനമാണ് വേണ്ടത് എന്നിങ്ങനെ നമ്മുടെ ധർമ്മനും പറയാണ്. ഏതായാലും ധർമ്മൻ ഇത്രയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവരങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല, അതിന്റെ ഇടയിൽ നമ്മുടെ രാമേട്ടനോട് പറയുന്നുണ്ട് കേട്ടോ ബാലൻ, എല്ലാവർക്കും ഞാൻ ചെയ്യുന്നത് കുറ്റവാ, എല്ലാവർക്കും കുറ്റവാ, ഞാൻ ചെയ്യുന്നത് നല്ല കാര്യം ആരും പറയില്ല, അറിയാമോ രാമേട്ടാ? അവൻ ധിക്കാരം കാണിച്ച് ജോലിക്ക് പോയി, അതിന്റെ പുറകെ ഇവളും കൂടെ ജോലിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നാണക്കേട് ആർക്കാ? ഈ രാമനല്ല സോറി, ബാലനല്ലേ അതിന്റെ നാണക്കേട്. അതൊന്നും പറഞ്ഞാൽ ഇവിടെ ആർക്കും മനസ്സിലാവില്ലല്ലോ. എല്ലാവർക്കും അവനവന്റെ കാര്യം നേടണം, ജയിക്കണം, അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രാമേട്ടനോട്. രാമേട്ടൻ ഇതൊക്കെ നിന്ന് കേൾക്കുന്നുണ്ട്. ബാലന്റെ സങ്കടം അതേപടി രാമേട്ടൻ കേട്ടോളൂ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ദേവിയുടെ തകർപ്പൻ പെർഫോമൻസ്. അങ്ങനെ നമ്മുടെ ദേവി ആഹാരമൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് ആർക്ക്? ആനന്ദിന്. അപ്പൊ ആനന്ദ് ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ദേവി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ, പറയണ്ട, വിചാരിക്കല്ല, ഇങ്ങനെ പറയുന്നുണ്ട് വെളിയിൽ, പറയണ്ട, വേണ്ട, ഒന്നും അറിയണ്ട, എന്തിനാ വെറുതെ ആനന്ദേട്ടനെ കൂടെ വിഷമിപ്പിക്കുന്നത്, അതിന്റെ കാര്യമില്ലല്ലോ, വേണ്ട എന്നൊക്കെ പറഞ്ഞ് പുറപുറത്തോണ്ടാണ് ഭക്ഷണം വിളമ്പുന്നത്. അപ്പൊ തന്നെ നമ്മുടെ ആനന്ദിന് മനസ്സിലായി എന്തോ ഉണ്ടെന്ന്. ആനന്ദ് ചോദിച്ചു, എന്തു പറ്റി ദേവി, നിനക്ക് എന്താ പറ്റിയത്? നിന്റെ കണ്ണൊക്കെ വല്ലാണ്ടങ്ങ് നിറഞ്ഞിരിക്കുകയാണല്ലോ, എന്താ സംഭവിച്ചത്? നിനക്ക് രാവിലത്തെ കാര്യം ഓർത്തിട്ട് സങ്കടം വരുന്നുണ്ടോ? അല്ല, മിത്രയുടെ ഒക്കെ കാര്യം? ഹേയ്, അത് ഓർത്തിട്ടൊന്നും അല്ല എനിക്ക് സങ്കടം വരുന്നത്. അറിയാമോ
ആനന്ദേട്ടനെ അറിയാമോ, ഞാൻ ഇന്ന് രാവിലെ എന്തൊക്കെ കേട്ടെന്നറിയാമോ? അവരുടെ വായിൽ നിന്ന് ഞാൻ എല്ലാം കേട്ടു. എന്ത് കേട്ടു? നീ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് പിന്നെ ഞാൻ ആനന്ദേട്ടനോട് അതെങ്ങനെയാ പറയുന്നത്? എന്തുണ്ടെങ്കിലും പറ, എന്താണെന്ന് വെച്ചാ പറ. അത് പിന്നെ ആനന്ദേട്ട, എന്നെ മിത്രയും മീനാക്ഷിയും കൂടെ കുറേ പറഞ്ഞു. അറിയാതെ എൻ്റെ വായിൽ നിന്നൊന്ന് വീണുപോയി. ഞാൻ ബാലച്ചനോട് പറഞ്ഞായിരുന്നു മിത്ര ഹോം ട്യൂഷൻ എടുക്കാൻ പോകുന്ന കാര്യം. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അതിന് ഞാൻ എന്തൊക്കെ കേട്ടെന്നോ. ഒരിക്കലും മനഃപൂർവ്വം ആരെയും താഴ്ത്തി കെട്ടാനോ ആരെയും ദ്രോഹിക്കാനോ പരദൂഷണോ ഏഷണിയോ ഒന്നുമല്ല ഞാൻ ചെയ്തത്. ഞാന് ബാലച്ചൻ ചോദിച്ചപ്പോഴത്തേക്കും അതിന് മറുപടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആ മിത്രയും അതുപോലെ മീനാക്ഷിയും കൂടി എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ ആരാ എല്ലാവരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ ഞാൻ എന്താ ചെയ്തത്? എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ചേച്ചീനെ പോലെ, എൻ്റെ അനിയത്തിയെ പോലെ, എൻ്റെ അമ്മേനെ പോലെ, എൻ്റെ അച്ഛനെ പോലെയൊക്കെ ഞാൻ കാണുന്നത്. എന്നിട്ട് എല്ലാവർക്കും എന്നോടൊരു സ്നേഹവും ഇല്ലല്ലോ. ഇതെന്താ ആനന്ദേട്ടാ ഇങ്ങനെ ചോദിച്ചിങ്ങനെ ആനന്ദിന്റെ മുമ്പിൽ കരയും. അപ്പൊ ആനന്ദിന് കാര്യം പിടികിട്ടി. അപ്പൊ ആനന്ദ് പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം പറയട്ടെ ദേവി, നീ എന്തിനാ അച്ഛനോട് അതൊക്കെ പറയാൻ പോയത്? അതെ, അതെങ്ങനെയെങ്കിലും ഒക്കെ അവര് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുമായിരുന്നല്ലോ. അപ്പൊ നീ പറഞ്ഞു കഴിഞ്ഞപ്പം നീ അല്ലേ കാരണക്കാരി ഈ വഴക്കെല്ലാം കേട്ടേന്. അപ്പൊ അവർക്ക് ദേഷ്യം വന്നു. ആഹാ, അപ്പൊ ആനന്ദേട്ടനും അവരുടെ കൂടെ നിന്ന് എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ? അപ്പൊ എന്റെ അവസ്ഥ ആർക്കും അറിയണ്ട, ആർക്കും ഒന്നും അറിയണ്ട. എനിക്കറിയില്ല. എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തുക. എല്ലാവർക്കും എന്നെ കുറ്റപ്പെടുത്തുമ്പോ എന്ത് സമാധാനമാണ് കിട്ടുന്നത്? എനിക്കറിയാം, ആർക്കും എന്നെ ഇഷ്ടമല്ല. ആർക്കും എന്നെ ഇഷ്ടമല്ല. നീ അങ്ങനെ പറയാതെ. എനിക്ക് നിന്നെ ഇഷ്ടമല്ലേ? ആനന്ദേട്ടനും എന്നെ ഇഷ്ടമല്ല. ഞാൻ കുറച്ച് ദിവസം എങ്ങോട്ടേലും മാറി നിന്നാലോ എന്ന് ചിന്തിക്കുക. ഞാൻ ഇവിടെ നിന്നിട്ടല്ലേ പ്രശ്നം. കുറച്ച് ദിവസം എങ്ങോട്ടേലും മാറി നിന്നാലോ? അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, നീ നിന്റെ വീട്ടിൽ പോയി നിന്നോ. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ദേവി ഒന്ന് ഞെട്ടിയിട്ടോ. ദേവി പറഞ്ഞു, അത് പിന്നെ ഞാൻ വീട്ടിൽ പോയി നിൽക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നമുക്ക് എങ്ങോട്ടേലും പോകാം, വീട്ടിലാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് എങ്ങോട്ടേലും ഒന്ന് പോയി മാറി നിന്നാലോ. ഇതിൽ കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ എൻ്റെ ഈ വിഷമമൊക്കെ പോകും. എങ്കിൽ പിന്നെ നമുക്ക് അച്ഛനോടൊന്ന് ചോദിക്കാം, ചോദിച്ചിട്ട് തീരുമാനം എടുക്കാം. ആഹാ, അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും അച്ഛനോട് ചോദിച്ച് തീരുമാനം എടുക്കണം. അവരെന്ത് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഇതാ ഞാൻ പറഞ്ഞത്. നമ്മളെ ആർക്കും വേണ്ട, പ്രത്യേകിച്ച് എന്നെ ആർക്കും വേണ്ട. ഞാന് ബാലച്ചന് എല്ലാ കാര്യങ്ങളും നോക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്യും. എന്നിട്ടും എന്നെ ആർക്കും ഇഷ്ടമല്ല. ആ വീട്ടിലെല്ലാം ഞാൻ ചെയ്യില്ലേ, എല്ലാവരെയും സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞപ്പം, നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ. ശരിയാണോ? അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുവോ? സമ്മതിപ്പിക്കാം. എങ്കിൽ പിന്നെ മറന്നുപോയി, കറികളൊക്കെ എടുത്ത് കഴിക്ക്. ആനന്ദേട്ടന് ഇഷ്ടമുള്ള കറികളൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്, എടുത്ത് കഴിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആനന്ദിനെ കൊണ്ട് വീണ്ടും ഭക്ഷണമൊക്കെ കഴിപ്പിച്ച തനിപ്പൊട്ടി എന്ന് പറഞ്ഞ തനിപ്പൊട്ടിയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു ഭാഗം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യനും മിത്രയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വൈകിട്ട് നമ്മുടെ ബാലൻ വരികയാണ്. അപ്പം ബാലൻ വന്നപ്പോഴത്തേക്കും മീനാക്ഷിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കടന്നൽ കുത്തിയ പോലെയാണ് കേട്ടോ. മിത്രയും മീനാക്ഷിയും എല്ലാവരും കടന്നൽ കുത്തിയ പോലെ ഇരിക്കുക. അപ്പം ബാലൻ വന്നപ്പോ ആകെ ഒരു നിശബ്ദത. അപ്പൊ ബാലൻ വന്നിട്ട് എന്ത് പറ്റി എല്ലാവർക്കും? അല്ല, എന്താ മിത്ര നിനക്ക് പറ്റിയത്? ഒന്നുമില്ലെങ്കിലേ. എന്തോ ഉണ്ടല്ലോ. അല്ല, രാവിലത്തെ വഴക്കും പിണക്കങ്ങളും ഒന്നും ആരും മറന്നില്ലേ? അതങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? അത് പിന്നെ അതുപോലെ അല്ലേ ഇവിടെ ഓരോരുത്തർ പെരുമാറിയത്. ഓഹോ, അത് മനസ്സ് വെച്ചോണ്ടിരിക്കുക. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, അതൊക്കെ അങ്ങ് മറക്ക്. ആ ഒരു ദേഷ്യത്തില് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ദേഷ്യത്തിലല്ല, ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ആ ഒരു സമയത്ത് ദേഷ്യം വന്നു പോയി എനിക്ക്. അതൊക്കെ അങ്ങോട്ട് നിങ്ങൾ ക്ഷമിക്ക്. ഇതേ മിത്ര നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കാൻ പറഞ്ഞ് ഒരു പലഹാരം എടുത്ത് അങ്ങ് കൊടുക്കാൻ കേട്ടോ. ഇത് കണ്ടപ്പോഴത്തേക്കും മിത്ര, അത് പിന്നെ അങ്കിളെ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഇതിന്റെ ആവശ്യം ഉണ്ടെന്നേ. ഇത് നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണ്, എന്നോട് ധർമ്മം പറഞ്ഞായിരുന്നു, അതുകൊണ്ടാ ഇത് നിനക്ക് മേടിച്ചത്. അപ്പൊ മീനാക്ഷിയുടെ മുഖം ഇങ്ങനെ ഇരിക്കാണ്ട്. അപ്പൊ മീനാക്ഷിയോട് നമ്മുടെ ബാലൻ പറഞ്ഞു, അല്ല മീനാക്ഷി, എന്തു പറ്റി നീ ചിരിക്കാത്തത്? അതേ മീനാക്ഷി, നീയും എന്നോട് വഴക്കുണ്ടാക്കിയിരിക്കുകയാണോ? ഞാനേ രാവിലെ പറഞ്ഞത് നിനക്ക് ഏറ്റുപോയി എന്ന് എനിക്കറിയാം. ഏതായാലും നിന്റെ അച്ഛൻ നിന്നോട് വഴക്ക് പറയാറില്ലേ, വഴക്ക് കൂടാറില്ലേ? അതുപോലെ നീ ഇതങ്ങ് ക്ഷമിക്ക്. നിന്റെ അച്ഛൻ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കില്ലേ? അത് പിന്നെ എന്റെ അച്ഛൻ വഴക്ക് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും. പിന്നെ ഇത് നിനക്ക് ക്ഷമിച്ചാൽ എന്താ കുഴപ്പം? ഇതെന്താ നിനക്കാ, ഇത് നീ കഴിക്ക് എന്ന് പറഞ്ഞ് ഒരു പലഹാരം കൊടുക്കാണ്. അപ്പൊ പറഞ്ഞു, ഇതിപ്പം കൊച്ചുകുട്ടികളെ രാവിലെ തല്ലിയിട്ട് വൈകിട്ട് അച്ഛനമ്മമാരും മിഠായി മേടിച്ചു കൊണ്ട് കൊടുക്കുന്ന പോലെ ഉണ്ടല്ലോ. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയോ? അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇതേ എന്റെ ഒരു സന്തോഷത്തിലാ ഞാന് രാവിലെ നിങ്ങൾ ഒരുപാട് വഴക്ക് പറഞ്ഞെന്നറിയാം. അതിനൊക്കെ കാരണങ്ങളുണ്ട്. അതിനൊക്കെ കാരണങ്ങൾ എന്താണെന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞതല്ലേ. ഇനി അത് ആരും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. ഞാൻ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്.
ഞാനും ദേവിയും പൈസ ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എൻ്റെ മക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല. എൻ്റെ മക്കൾ അങ്ങനെ അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഈ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുകയും ഒരു പരിധി വരെ അതിര് നിശ്ചയിച്ചിരിക്കുന്നത് എല്ലാത്തിനും. അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. മീനാക്ഷിയുടെ അച്ഛനും ഇതുപോലെ ഉപദേശിക്കാറില്ലേ? തെറ്റ് കാണിക്കുമ്പോൾ ശ്വാസിക്കാറില്ലേ? അതാണെന്ന് കരുതിയാൽ മതി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇവിടെ എല്ലാവരും ഒരുപോലെയാ. അപ്പൊ പെട്ടെന്ന് അവിടെ നിന്ന് ദേവി ചോദിച്ചു, അപ്പൊ ഞാനോ? അപ്പൊ എന്നെ ബാലചന് ഇഷ്ടല്ലേ? എല്ലാവരുടെയും മുഖം അങ്ങോട്ട് എന്തോ പോലെ ആയി പോയിട്ടോ. ദേവിയുടെ മുഖമൊക്കെ ഇങ്ങനെ കുശുമ്പ് നോട്ടത്തോടു കൂടി ഇരിക്കുക. അപ്പം ബാലൻ പറഞ്ഞു, അതേ ദേവി മോളെ, എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാ. ഈ വീട്ടിലുള്ള 5 മരുമക്കളും, അല്ല സോറി 5 മക്കളും എനിക്ക് ഒരുപോലെ തന്നെയാ. എല്ലാവരും എനിക്ക് ഒരുപോലെയാന്നൊക്കെ ഇങ്ങനെ പറയാ. ഇതൊക്കെ കണ്ട് നമ്മുടെ ദേവിക്കും സന്തോഷമാകാണ് കേട്ടോ. ഏതായാലും ദേവി ചെന്ന് നമ്മുടെ ബാലനോട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും സോറി, ക്ഷമിക്കുക, മക്കളോട് പൊറുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും കിടിലൻ വിശേഷങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. നമ്മൾ എന്നും പ്രേമ വിശേഷം ഈ സമയത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. രാവിലെ എന്നും നമ്മൾ ഫുൾ വിശേഷവും ഇടുന്നുണ്ട്. അപ്പം മറക്കാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. മറ്റ് കഥകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഈ കഥകളും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ കഥയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.